ഹായ് എവരിവൺ. സോ നിങ്ങൾ കാത്തിരുന്ന കേരള MBBSനെയും BDSനെയും തേർഡ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് മക്കളെ. അപ്പൊ നമുക്ക് നോക്കാം പ്രൊവിഷണൽ അലോട്ട്മെന്റ് വെച്ച് ആർക്കൊക്കെ ഗവൺമെന്റ് MBBS BDS സീറ്റുകളൊക്കെ കിട്ടി, കാറ്റഗറി വൈസ് നമുക്ക് നോക്കാം. പക്ഷേ പ്രൊവിഷണലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. ആദ്യം നമുക്ക് നോക്കാം എങ്ങനെ ഇത് ചെക്ക് ചെയ്യാം. നിങ്ങൾ സിയുടെ വെബ്സൈറ്റിൽ കയറുക, അവിടെ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ കാണും. അതിൽ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്നുള്ള ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും പരാതികൾ ഈ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ID, ഈ ഒരു മെയിൽ ID യൂസ് ചെയ്ത് ഇന്ന് 31-ാം തീയതി കൃത്യം 6 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ പരാതികൾ ഈ ഒരു ഇമെയിൽ മുഖാന്തരം നിങ്ങൾ പരാതികൾ അറിയിക്കുക. ഓക്കെ അല്ലേ? ഈ പരാതികളൊക്കെ പരിഹരിച്ച ശേഷം നവംബർ 3-നായിരിക്കും തേർഡ് അലോട്ട്മെന്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുക. തേർഡ് അലോട്ട്മെന്റ് 3-ാം തീയതി പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് 8-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇപ്പോൾ കുറേയധികം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെടരുത്. അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് 3-ാം തീയതിക്ക് ശേഷം മാത്രമേ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കൂ. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു പ്രൊവിഷണൽ താൽക്കാലിക അലോട്ട്മെന്റ് ആണ്. 1/11/2025 ശേഷം MCC പ്രസിദ്ധീകരിക്കുന്ന അയോഗ്യരായ വിദ്യാർത്ഥികളുടെ പട്ടിക, അയോഗ്യരായ വിദ്യാർത്ഥികളുടെ കാൻഡിഡേറ്റ്സിന്റെ ഒരു ലിസ്റ്റ് MCC തയ്യാറാക്കും. അതേപോലെ പുതുതായിട്ട് എന്തെങ്കിലും സീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, പിന്നെ എന്തെങ്കിലും പരാതികൾ ഇന്ന് 6 മണിക്കുള്ളിൽ എന്തെങ്കിലും പരാതികൾ ലഭിച്ചാൽ അതിനെ കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും 3-ാം തീയതി ഫൈനൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക. അപ്പൊ താൽക്കാലിക ഫലം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കോളേജുകളെ സമീപിക്കാൻ പാടില്ല എന്ന് അവർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. അതേപോലെ MCCയുടെ അയോഗ്യരായ വിദ്യാർത്ഥികളുടെ ലിസ്റ്റിനെ പറ്റി പറയുമ്പോൾ MCCയുടെ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതനുസരിച്ച് ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3-ൽ സീറ്റ് ഹോൾഡ് ചെയ്യുന്ന കുട്ടികളെ കേരളയുടെ നല്ല സ്റ്റേറ്റിന്റെ തേർഡ് അലോട്ട്മെന്റിലേക്ക് കൺസിഡർ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3യുടെ റിസൾട്ട് വന്നിരുന്നു. അവിടെ ഏതെങ്കിലും സീറ്റ് അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്ത കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സീറ്റ് ഹോൾഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ സ്റ്റേറ്റുകളുടെ തേർഡ് അലോട്ട്മെന്റിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ MCCയുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം 28-നാണെന്ന് തോന്നുന്നു വന്നിരുന്നു. യെസ്. അപ്പൊ അതനുസരിച്ച് MCCയുടെ അയോഗ്യരായ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഒക്കെ നവംബർ 1-ന് ശേഷമായിരിക്കും ഓരോ സ്റ്റേറ്റിനും അവരുടെ ആ ഒരു ഡേറ്റ ഷെയർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 1-ാം തീയതിക്ക് ശേഷം ഈ ഒരു അലോട്ട്മെന്റിൽ എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്ന് അവർ പറയാനുള്ള റീസൺ അതാണ്. മക്കളെ, നമ്മൾ സെക്കൻഡും ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ കൺസിഡർ ചെയ്താൽ പ്രൊവിഷണൽ തന്നെയായിരുന്നു ഫൈനൽ. യാതൊരു മാറ്റം അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി പറഞ്ഞു, MCCയുടെ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഓൾ ഇന്ത്യയിൽ സീറ്റ് ഹോൾഡ് ചെയ്യുന്ന കുട്ടികളെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ തേർഡ് അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യേണ്ട എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ 1-ാം തീയതി മാത്രമാണ് അത് ആ ഒരു ഡേറ്റ ഷെയർ ചെയ്യപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഫൈനൽ ലിസ്റ്റ് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾ മെജോറിറ്റി ഓഫ് ആളുകളെയും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് കുറെ ഓൾ ഇന്ത്യയിൽ കൊടുത്ത കുട്ടികളെ മാത്രം, അല്ലെങ്കിൽ തേർഡ് റൗണ്ടിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സീറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒക്കെ ആയിട്ടുള്ള ആ ഒരു കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുക. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. പ്രൊവിഷണൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നേ ഇല്ല. അത് 3-ാം തീയതിക്ക് ശേഷം മാത്രമാണ്. ഇത് വേണ്ടവർ ഒന്ന് കണ്ടാൽ മതി, ബാക്കിയുള്ളവരെ എൻഡ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പോൾ ഓപ്പൺ കാറ്റഗറി 895 വരെ ഈ ഒരു പ്രൊവിഷണൽ വരെ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഴവ 2194 വരെയും, മുസ്ലിം 1514 വരെയും, ബാക്ക്വേർഡ് ഹിന്ദു 2944 വരെയും, LA 4209 വരെയും, ധീവര 862 വരെയും ഗവൺമെന്റ് MBBS തേർഡ് പ്രൊവിഷണൽ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. വിശ്വകർമ്മ 3119, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 2849, KN കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് 10759, KU കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് 24407, SC 15494, ST 25421, EW ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ 3474 വരെയും കിട്ടിയിട്ടുണ്ട്. യെസ്. ഓക്കെ അല്ലേ? ST 25421 ആണ്. യെസ്. ഓക്കെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ നമ്പർ മാറിയെന്നൊരു ഡൗട്ട്. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ സെൽഫ് ഫിനാൻസിങ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നില്ല. 3-ാം തീയതി നമുക്ക് നോക്കാം. BDS ഒന്ന് നോക്കിയേക്കാം. ഗവൺമെന്റ് BDS സീറ്റുകൾ കിട്ടിയത് ഓപ്പൺ കാറ്റഗറി 3726, ഇഴവ 5249, മുസ്ലിം 4744, BH 10555, LA
9527, ധീവര 11994, VK 4696, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 6220, KN 15404, KU 26530, SC 19187, ST 33820, EW 7701. യെസ്, ഇതാണ് നിലവിൽ പ്രൊവിഷനിൽ വെച്ചിട്ട് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, വളരെ ചെറിയ മാറ്റങ്ങളാവാനാണ് സാധ്യത. യെസ്, ഇതുപോലെ തന്നെ സ്ട്രേ വേക്കൻസിയും കഴിഞ്ഞ തവണ പബ്ലിഷ് ചെയ്തപ്പോൾ മാറ്റങ്ങൾ വന്നിരുന്നു. കഴിഞ്ഞ തവണ സ്ട്രേ വേക്കൻസി ഫൈനൽ പബ്ലിഷ് ചെയ്തിട്ട് വീണ്ടും മാറ്റി പബ്ലിഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസിയിലുള്ളവരെ കേരളയുടെ സ്ട്രേ വേക്കൻസിയിൽ എടുക്കണ്ട, സ്റ്റേറ്റുകളുടെ സ്ട്രേ വേക്കൻസിയിൽ കൺസിഡർ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നത്. എനിവേ, എനിക്ക് മക്കളോട് പറയാനുള്ളത്, കിട്ടിയവരായിക്കോട്ടെ ഇനി സ്ട്രേയിൽ കിട്ടാൻ പോകുന്നവരായിക്കോട്ടെ, മക്കളെ ദയവ് ചെയ്ത് ഇനി നിങ്ങൾ അലോട്ട്മെന്റിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്യരുത്. നമ്മൾ 2026 നീറ്റിനെ വേണം ഇനി ഫോക്കസ് ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാം, 49 വയസ്സിലും 50 വയസ്സിലും 60 വയസ്സിലൊക്കെ MBBS എടുക്കുന്നവരുടെ സ്റ്റോറീസ് നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളത് വെറും 6 മാസങ്ങൾ മാത്രമാണ്. വളരെ കുറച്ച് ടൈമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ 2026ന്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നീറ്റിന്റെ ഓരോ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഷോർട്ട് വീഡിയോസ് അവൈലബിൾ ആണ് ഒരുപാട് ചാനലുകളിൽ. ഇതിൽ മാത്രമല്ല, ഒരുപാട് ചാനലുകളിലും എല്ലാം ബുക്സിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. അതൊക്കെ മാക്സിമം അക്വയർ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല കുട്ടികളും റിപ്പീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2026 നീറ്റ് നിങ്ങളുടെ കൂടെ എഴുതാൻ പോകുന്ന ആളുകൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഒരിക്കലും പിന്നിലാവാൻ പാടില്ല. അലോട്ട്മെന്റ് അതിന്റെ വഴിക്ക് നടന്നോട്ടെ. മക്കൾ 26ൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓരോ സബ്ജക്റ്റും റിവൈസ് ചെയ്യുക, വീണ്ടും 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 റിവൈസ് ചെയ്യുക, പഠിക്കുക. 26 നീറ്റിന് ഇനി വളരെ കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. വളരെ സ്ട്രാറ്റജിക് ആയിട്ട്, ഹാർഡ് വർക്കിംഗ് ആയിട്ട് 26 നീറ്റിന് വേണ്ടി പഠിച്ചാൽ അഫ്കോഴ്സ് ദൈവം ചിലപ്പോൾ ഇപ്പോൾ ഈ തവണ നമ്മളോട് ഒന്ന് ചെറുതായിട്ട് നമുക്ക് ആഗ്രഹിച്ചത് കിട്ടിക്കാണില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറം അടുത്ത തവണ തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് കരുതുക. സോ വളരെ നന്നായിട്ട് പഠിക്കുക മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.